കുഴപ്പമില്ല. എന്റെ അവൻ എന്റെ കൂടെ ഉള്ളതിനും എന്റെ ഇതിനൊക്കെ ഇതുള്ളതുകൊണ്ട് എനിക്കിപ്പം അവൻ വേറൊരു കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ലീഗലി മുന്നോട്ട് പോവാലോ. ശരിക്കും ഇവള് ഓന്തിന്റെ സ്വഭാവമാണോ? അതിൽ താഴെ അവള് നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു മൈ ലവ്. എന്നിട്ട് അവനുമായിട്ട് ഇങ്ങനെ 100% ഉറപ്പാണ്. അവൻ എന്റെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവും എനിക്ക് ഉറപ്പുണ്ട്. പുള്ളിക്ക് വേറൊരു മാരേജ് കഴിച്ചാൽ എന്റെ കൂടെ ഉണ്ടാവും. മാരേജ് ഇപ്പൊ അവനിക്ക് അവന്റെ വീട്ടുകാർ സമ്മതിച്ചിട്ട് അവരുടെ വീട്ടുകാരുടെ ഒരു നിർബന്ധത്തിൽ അവൻ വേറെ അവന്റെ വീട്ടുകാരുടെ ഇതിന് വേണ്ടിട്ട് അവൻ കല്യാണം കഴിക്കണേ തന്നെ അവൻ എന്റെ കൂടെ ഉണ്ടാവും എനിക്ക് ഉറപ്പാണ്. അതൊരു അവിഹിതമാവില്ലേ? അവിഹിതം പറഞ്ഞ എന്നെ ഫസ്റ്റ് കല്യാണം കഴിച്ചിട്ടാണല്ലോ അടുത്ത കല്യാണം കഴിക്കുന്നത്. അങ്ങനെയല്ല. ഞങ്ങളുടെ സമുദായത്തില് 4 പോറ്റാൻ കഴിവുണ്ടെങ്കിൽ 4 ആളിനെ കല്യാണം കഴിക്കാന്നുള്ള ഒരു നിബന്ധന ഉണ്ട്. അപ്പൊ അവൻ എന്നെ ഇപ്പൊ ബഷീർ ഇല്ലേ 2 ആളിനെ പോറ്റി 2 ആളിനെ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ 3 ദിവസം അവളെ കല്യാണം കഴിച്ചിട്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പൊ എനിക്ക് കുഴപ്പമില്ലെങ്കിൽ അവൻ വേറെ കല്യാണം കഴിക്കുന്നത്. പക്ഷെ ആ രണ്ടാമത് വരുന്ന ഭാര്യക്ക് കുഴപ്പമുണ്ടെങ്കിലോ? അതെനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. ഹലോ ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഷാജിദ ഷാജി ഇപ്പൊ കുറച്ചു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞിട്ടൊരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ട്. ഞാൻ എന്റെ ഫ്രണ്ട്സുമായിട്ട് വയനാട് പോയ വീഡിയോസും ഫോട്ടോസും ഒക്കെയാണ് ഞാൻ അന്ന് അപ്ലോഡ് ചെയ്തത്. അത് എന്റെ ഹസ്ബൻഡ് അല്ല മറ്റതാ മറിച്ചതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇവള് ഓന്തിന്റെ സ്വഭാവമാണോ? അതിൽ താഴെ അവള് നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു മൈ ലവ്. എന്നിട്ട് അവനുമായിട്ട് ഇങ്ങനെ കട്ടിലിരിക്കുന്ന ഫോട്ടോസ് ഒക്കെയാണ് നമ്മൾ കണ്ടത്. ശരിക്കും ഒരു ഫ്രണ്ട്സ് തമ്മിലുള്ള റിലേഷനായിട്ട് അത് കാണുന്ന അരിയാഹാരം കഴിക്കുന്ന ആർക്കും അത് തോന്നിയിട്ടില്ല. എന്തായാലും അവള് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. എല്ലാവർക്കും സുഖമല്ല? അൽഹംദുലില്ലാ എനിക്ക് സുഖമാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. കുറേ പേര് എൻ്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ പറയുന്നു. ഞാൻ ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളും. പക്ഷേ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലോ ഇൻ്റർവ്യൂവിലോ ഏതാ ചെറുക്കൻ എന്താണോ ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് പറയാനാണ് ഞാൻ വന്നത്. എന്താണെന്ന് പറയാമെന്ന് വെച്ചാൽ മെയിനായിട്ട് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ ചെറുക്കൻ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടില്ല ഇന്നയാളെ. പിന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി വയനാട്ടിലും ബാക്കിയുള്ള സ്ഥലത്തും ഇങ്ങനെ ഞങ്ങൾ കറങ്ങാൻ പോയ സ്ഥലത്ത് ഒരു ടൂറ് പോലെ പോയ സ്ഥലത്തെ വീഡിയോസ് എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് പേരെടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതാണ് ഷാജിദാൻ്റെ ചെറുക്കൻ അത് മെയിനായിട്ട് എടുത്തിട്ട് ചാനൽ സൂഫി സഫർ ഇസ്ലാമിക് ചാനലുണ്ടല്ലോ അവരാണ് എടുത്തിട്ടത്. ഷോർട്ട് വീഡിയോ അതിൻ്റെ ഷോർട്ട് എടുത്തിട്ടിട്ട് പറഞ്ഞിട്ടാണ് ചെയ്തത്. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് എറണാകുളത്ത് കൊച്ചിയിലാണ്. ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നതാണ്. പിന്നെ എന്താ പറയുക, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്ന ചെറുക്കനാണ് ഇന്ന സ്ഥലത്താണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം പറയേണ്ട അങ്ങനെ ആ യൂട്യൂബിൽ നമ്മൾ ഷോർട്സ് ഇട്ടതിലത്തെ ചെറുക്കനാണ് അതിൽ കാണുന്ന ആളാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. വേറെ കുറേ ചാനൽ ആര് എടുത്തിട്ടതാണ്. സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് എന്താ പറയുക ശല്യങ്ങളുണ്ടായിരുന്നു. കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. കോൾസും കാര്യങ്ങളും എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവർക്കൊരു പിന്നെ ഒരുപാട് പേര് കല്യാണത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് അതിന് വെക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ ഇൻ്റർവ്യൂസിലൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ്റർവ്യൂസിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് എന്നെ ഇത് ഈ ഇങ്ങനെയുള്ള ശല്യങ്ങളും കാരണങ്ങളും കൊണ്ട് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ നിന്നത്. പക്ഷേ ഇത് ഒരുപാട് എന്താ പറയുക വേറെ സംഭവത്തിലേക്ക് എത്തിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിയാണ്ട് തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞതാണ്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെറുക്കൻ ഇപ്പോൾ പറഞ്ഞുണ്ടാക്കിയത് സർഫലി കാസർഗോഡുള്ള
ചെറുക്കനാണ്, അവനാണ് എന്നെ കല്യാണം കഴിച്ചതെന്നാണ്. പക്ഷെ ഞാൻ അവനെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. അവനെൻ്റെ ഫ്രണ്ടാണ്. മെയിനായിട്ട് ഞങ്ങൾ കോഴിക്കോട് മറ്റേ വയനാടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സുകൾ തമ്മിൽ വീഡിയോ എടുക്കണ പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഷോർട്സ് വീഡിയോസാണ് ഞാൻ ഇട്ടത്. അല്ലാണ്ട് ഒരിക്കലും ഞാൻ അവനെ കല്യാണം കഴിച്ചു എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ മെഹർ കാണിച്ചത്, താലി, അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. കാരണം ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഫോൺ കോൾസ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ അത് പറഞ്ഞത്. പിന്നെ ഇത്ര വലിയ പ്രശ്നത്തിലേക്ക് ഇത് പോകുമെന്ന് എനിക്കൊരിക്കലും അറിയില്ലായിരുന്നു. പിന്നെ വേറെ ഇപ്പം അത് വലിയ പ്രശ്നമായി തീരുന്നുണ്ട്. ഹണി ട്രാപ്പ്. അവന് ലക്ഷങ്ങൾ ഞാൻ മേടിച്ചു, അവൻ്റെ നിന്ന് ലക്ഷങ്ങൾ മേടിച്ചിട്ട് ഞാൻ ഇതാക്കാണ്, പൈസ മേടിച്ചിട്ട് അവനെ ട്രാപ്പ് ചെയ്തതാണ്, കുടുക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങൾ ഈ വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വേണം. അതുകൊണ്ടാണ് ഈ കല്യാണത്തിൻ്റെ കാര്യം ഞാൻ തുറന്ന് പറയാമെന്ന് വിചാരിച്ചത്. പിന്നെ എന്നെ അറിയാവുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ അറിയാം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന്. പിന്നെ ഞാൻ അവരോടൊക്കെ എനിക്ക് വിളിച്ച ഏകദേശം ഷറഫ് അലി എന്ന് പറയുന്ന ചെറുക്കനെ ഹണി ട്രാപ്പിൽ പെടുത്തി എന്നും പറഞ്ഞിട്ട് കുറെ വീഡിയോസുകളൊക്കെ കണ്ടിരുന്നു. ശരിക്കും അവൾ അതിൽ ഭയന്നിട്ടാണോ ഇപ്പൊ ഇങ്ങനൊരു മൊഴിമാറ്റം എന്ന് നമുക്കറിയില്ല. അവൾ കുറെ ഇന്റർവ്യൂസ് ഒക്കെ, ഇന്നലെ കൂടി അവൾ ഇന്റർവ്യൂ കൊടുത്തതേ ഉള്ളൂ. ഞാൻ അവനുമായിട്ട് കല്യാണം കഴിച്ചു, വയനാട് പോയാണ് കല്യാണം കഴിച്ചത്, മറ്റത് മറിച്ചത്, അങ്ങനെ കുറെ അവള് പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ ഇന്റർവ്യൂവിനകത്ത്. ആ ഒരു ദിവസം കൊണ്ട്, ഇന്നലത്തെ ഒരു ദിവസം കൊണ്ട്, കുറച്ച് സമയം കൊണ്ട് ഇവള് പെട്ടെന്ന് തന്നെ എല്ലാം അങ്ങ് മാറ്റിമറിക്കുകയാണ്. ഞാൻ കല്യാണം കഴിച്ചിട്ടുമില്ല, അവനെ അറിയത്തുമില്ല, അതെല്ലാം എന്റെ ഫ്രണ്ട്സ് ആണ് എന്നാണ് ഇവള് പറഞ്ഞുണ്ടാക്കുന്നത്. ഇവള് എന്താ ഇങ്ങനെ? ശരിക്കും ഓന്ത് പോലും മാറിപ്പോവും ഇവളുടെ ഒരു സ്വഭാവത്തിന്. എനിക്ക് തോന്നുന്നു ഈ ഹണി ട്രാപ്പിന്റെ കാര്യം പറഞ്ഞിട്ടായിരിക്കാം ഇവൾ ഈ പെട്ടെന്ന് തന്നെ മൊഴി മാറ്റിയത്. എന്തായാലും അവൻ രക്ഷപ്പെട്ടെ. ചിലപ്പോ അവൻ തേച്ച് ഒറ്റ രാത്രി കൊണ്ട് അവൾ ഈ മൊഴി മാറ്റി പറയണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ശരിക്കും അവൻ അവളെ തേച്ചു എന്നാ തോന്നുന്നത്. അവനെയും മനസ്സിലായി കാണും, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവന്റെ ഫ്രണ്ട്സും കാര്യങ്ങളും കുടുംബക്കാരും ഒക്കെ പറഞ്ഞിട്ട് ഇവളെ തേച്ചോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും അതാവാനാണ് ചാൻസ്. ഇല്ലെങ്കിൽ അവള് പറഞ്ഞിരുന്നതാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവൻ കൂടെ നിൽക്കും, അവളെ വിട്ട് പോകില്ല എന്നവർക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ഒരു രാത്രി കൊണ്ട് എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറയണമെങ്കിൽ അവൻ അവളെ തേച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സത്യം എന്താണ്, എന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് എന്റെ സങ്കടം കണ്ടിട്ട് എന്റെ കൂടെ നിന്നാണ്. അല്ലാണ്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ കല്യാണത്തിലേക്കൊന്നല്ല പോയത്. ഞാൻ കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചൊരു വ്യക്തിയല്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഷൂട്ട് കഴിഞ്ഞ് വരികയാണെങ്കിലോ വൈകി വരികയാണെങ്കിലോ ഒക്കെ പറയുന്നത് വേറൊരു രീതിയിലാണ്. അവള് വേറെ ഇറങ്ങാൻ പോയിരിക്കുന്നത്, അല്ലെങ്കിൽ അവള് വേറെ രീതിയിലാണ്. നമുക്കൊരു കൂടെ ഒരു പാർട്ട്ണറായിട്ട് നമ്മുടെ ഉണ്ട് എന്ന് പറഞ്ഞാല് നമ്മൾ അങ്ങനെ പറയില്ല. അതായത് ഷാഹിദ് പറയുന്നത് കല്യാണം കഴിക്കാതെ ഇങ്ങനെ വിധവയായിട്ട് നടക്കുമ്പോഴത്തേനും ഒരുപാട് ആൾക്കാർ സംശയിക്കുന്നു, മറ്റു രീതിയിൽ കാണുന്നു. അതുകൊണ്ടാണ് കല്യാണം